അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിൻ്റെ ന്യൂനതകളെല്ലാം പരിഹരിച്ച് അള്ളാഹുവിൻ്റെ മഹദ് ഫള് കൊണ്ട് സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ശക്തനാകുന്നത് അവൻ്റെ റബ്ബ് അവൻ്റെ കൂടെ ഉള്ളപ്പോഴാണ്. ഒരു പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായും പ്രപഞ്ചത്തെ തന്നെ ഭയമില്ലാതെ നേരിടാൻ സാധ്യമാകുന്നത് അള്ളാഹു കൂടെ ഉള്ളപ്പോഴാണ്. നമുക്കറിയാം, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായേലിയർ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ മൂസാ നബിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബിയെയും വിശ്വാസികളെയും അപായപ്പെടുത്തുന്നതിന് വേണ്ടി രംഗത്ത് വരികയും അവരിൽ നിന്ന് ആത്മരക്ഷാർത്ഥം ഫിർഔനിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തന്നിൽ വിശ്വസിച്ച ആളുകളും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും അവരങ്ങനെ സമുദ്രത്തിൻ്റെ മുന്നിൽ എത്തിച്ചേരുകയും പിറകിലേക്ക് നോക്കിയപ്പോൾ ഫിർഔനിൻ്റെയും സൈന്യത്തിൻ്റെയും വരവും അവർ പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് കൂട്ടരും കണ്ടുമുട്ടിയ വിഷയം വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ശുആറയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. ഫലമ്മ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. രണ്ടു വിഭാഗങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ, ഒന്ന് സമുദ്രമാണ്, മറ്റൊന്ന് ഫിർഔനിൻ്റെ സൈന്യവുമാണ്. മുന്നിലേക്ക് നോക്കിയാലും രക്ഷയില്ല, പിറകോട്ട് നോക്കിയാലും രക്ഷയില്ലാത്തൊരു സാഹചര്യത്തിൽ ഖാല അസ്ഹാബു മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, തീർച്ചയായും നാം പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന് പറഞ്ഞ മറുപടി ഖാല കല്ല, കാര്യം അങ്ങനെയല്ല, ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, തീർച്ചയായും അവനൊരു രക്ഷാമാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യുമെന്നാണ്. ആ ഒരു വിശ്വാസമാണ് സത്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വിശ്വാസികളെയും അന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം. എന്താണ് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടായാലുള്ള ഏറ്റവും വലിയ ഗുണം? ദാരിദ്ര്യം ഐശ്വര്യമാകും, ബലഹീനത ബലമായി മാറും, രോഗം സുഖമായി മാറും, അഗ്നികുണ്ഡം പോലും പൂന്തോട്ടമായി മാറിയ ചരിത്രം പോലും ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർദ്ദേശിക്കുന്നത് ഖുൽനാ യാ നാറു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം എന്നാണ്. തീയെ, നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മേലിൽ തണുപ്പും രക്ഷയുമായി വർത്തിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീയിനോട് നിർദ്ദേശിക്കുമ്പോൾ ആ തീക്കുണ്ടാരത്തിൽ നിന്ന് അതിൻ്റെ പരിസര പ്രദേശത്തേക്ക് പോലും അടുക്കാൻ കഴിയാത്ത അത്രത്തോളം വലിയ ശക്തമായ ചൂടുണ്ടായിരുന്ന ആ തീക്കുണ്ടത്തിൽ നിന്നും തൻ്റെ ശരീരത്തിലൊരു പോറലുമേൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. തൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന അചഞ്ചലമായ ഒരു വിശ്വാസമായിരുന്നു അത്. അതോടൊപ്പം തന്നെ ഖുർആനിൽ കാണാൻ കഴിയും മറ്റൊരു പ്രവാചകനായിരുന്ന സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. ശരീരം മുഴുവനും വ്രണം ബാധിച്ച് മുറിവ് പറ്റിയിട്ട് ആളുകൾ പോലും അടുക്കാൻ വിഷമിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയത്താണ് തൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും രോഗം ബാധിച്ചപ്പോൾ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, എൻ്റെ നാവിനെ തൊട്ട് റബ്ബേ നീ ഈ രോഗത്തെ സംരക്ഷിക്കണേ എന്നായിരുന്നു. ആ നാവ് നിനക്ക് ദിക്ർ ചൊല്ലുന്ന നാവാണ്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർ, എനിക്ക് പ്രയാസം വന്നിട്ടുണ്ട്, പക്ഷേ വഅൻത അർഹമുർ റഹീമീൻ, നീ ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്ന സന്ദേശമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നത്. അവരെല്ലാവരുടെയും വിശ്വാസം തൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നായിരുന്നു. അതോടൊപ്പം ധാരാളം ഔലിയാക്കളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ച് ജീവിച്ചിരുന്ന മഹാന്മാരായ ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ
തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക്, ഔലിയാക്കൾക്ക് യാതൊരു ഭയമോ ഒരു സങ്കടമോ അവർക്കുണ്ടാവില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും തഖ്വ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, എന്താണ് അവർക്കതുകൊണ്ടുള്ള നേട്ടം? ദുനിയാവിയായ ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലുമെല്ലാം അവർക്ക് സന്തോഷമുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ ഇതെല്ലാമാണ്. അതുകൊണ്ട് നാം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിലൂടെയാണ് സത്യത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമാകുന്നത്. എന്നാൽ നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാരും പണ്ഡിതന്മാരും സ്വഹാബത്തും താബിഈകളുമെല്ലാം അവർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് അനുസൃതമായി അല്ലെങ്കിൽ അവരെക്കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാൻ അവർ സന്നദ്ധരായിരുന്നുവെങ്കിൽ ഇന്ന് വർത്തമാനകാല സാഹചര്യങ്ങളിൽ നമുക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിലൂടെ തന്നെയാണ് സത്യത്തിൽ നാം അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടെയുണ്ട്. മഹാനായ അബു ഹാസിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലു നിഅമത്തിൻ ലാ തുഖർരിബു മിനല്ലാഹി ഫഹിയ ബലിയ, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ലാത്ത എല്ലാ അനുഗ്രഹങ്ങളും സത്യത്തിൽ ഒരു പരീക്ഷണമാണ് എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ചെയ്യേണ്ടത് ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് നമ്മേക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കലാണ്. വലാ തൻദുറു ഇലാ മൻ ഫൗഖക്കും, നമ്മേക്കാൾ അനുഗ്രഹങ്ങൾ കൂടുതലുള്ള ആളുകളിലേക്ക് നോക്കാതിരിക്കുക. അതാണ് ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ, അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ ഒരു മാസമാണ് സത്യത്തിൽ വിശുദ്ധ റമദാൻ. ഈ റമദാനിലെ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യമാകണം. അതിലെ ആദ്യത്തെ 10 നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി. ഇപ്പോൾ അതിൻ്റെ നടുവിലെ 10ലാണ് നമ്മളുള്ളത്, മഗ്ഫിറത്തിൻ്റെ 10. ആ 10ലാണ് നമ്മളെല്ലാം നിലകൊള്ളുന്നത്. ഈ 10ൽ നാം ആദ്യമായി ചെയ്യേണ്ടത് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന മനോഹരമായ ചിന്ത നമ്മിൽ സദാസമയം ഉണ്ടാവുക എന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ നഷ്ടങ്ങളൊന്നും നമുക്ക് വിഷമങ്ങളുണ്ടാക്കി തീർക്കില്ല. ധാരാളം ആളുകൾ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുമ്പോഴേക്ക്, അവൻ്റെ രോഗങ്ങൾ കൂടുമ്പോഴേക്ക്, അതുപോലെ ജോലി സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചേരുന്നതിൽ സത്യത്തിൽ അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി, ഞാൻ എന്താണോ റബ്ബിനെക്കുറിച്ച് വിചാരിക്കുന്നത്, ഒരു അടിമ അള്ളാഹുവിനെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ മനോഹരമായൊരു ഹദീസാണ്. വഅന മഅഹു ഹീന യദ്കുർനി, അള്ളാഹുവിനെ പറ്റി ഒരു അടിമ ചിന്തിക്കുമ്പോഴെല്ലാം അള്ളാഹു അവനെയും കുറിച്ച് ചിന്തിക്കുന്നു എന്ന് ഹദീസ് പഠിപ്പിക്കുകയാണ്. ഇൻ ദക്കറനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി, ഒരു അടിമ സ്വയം അള്ളാഹുവിനെ പറ്റി ചിന്തിച്ചാൽ അള്ളാഹു അടിമയെപ്പറ്റിയും സ്വയം ചിന്തിക്കുമെന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈൻ ദക്കറനി ഫീ മലഇൻ, ഇനിയൊരു സമൂഹത്തിൽ ഇരുന്നു കൊണ്ടാണ് അവൻ അള്ളാഹുവിനെ ചിന്തിക്കുന്നതെങ്കിൽ ദക്കർതുഹു ഫീ മലഇൻ ഹും ഖൈറും മിൻഹും, ആ അടിമ ആലോചിച്ച, ചിന്തിച്ച, അള്ളാഹുവിനെ സ്മരിച്ച ആ സമൂഹത്തേക്കാൾ ഉന്നതരായ ഔന്നിത്യമുള്ള ഒരു വിഭാഗത്തിനിടയിൽ ഞാൻ എൻ്റെ അടിമയെക്കുറിച്ച് ആലോചിക്കുമെന്നും അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധ്യമാകുന്നത് എല്ലാ അർത്ഥത്തിലും, എല്ലാ നിമിഷങ്ങളിലും, എല്ലാ സമയങ്ങളിലും, സാഹചര്യങ്ങളിലുമെല്ലാം അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന മനോഹരമായ ചിന്ത നമ്മളിലെല്ലാം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അള്ളാഹു പറയുന്നു, ലാ യമുത്തുന്ന അഹദും മിൻകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത നന്നാക്കാതെ നമ്മിൽ നിന്നൊരാളും തന്നെ മരണപ്പെടരുത് എന്ന് പോലും നിർദ്ദേശിക്കപ്പെടുന്ന ഈ കാലഘട്ടം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടാതിരിക്കണം. വൽ അംനു മിൻ മക്രില്ലാഹ് വൽ ഖനൂതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടാതിരിക്കുക എന്നതും നമുക്ക് ഏറ്റവും നല്ല മാർഗമാണ്. ധാരാളം റഹ്മത്തുകൾ, അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ആ അനുഗ്രഹങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് പൂർവ്വസൂരികളെല്ലാം തയ്യാറായിരുന്നതെങ്കിൽ അതേ മാർഗം തന്നെ നമ്മൾ പിന്തുടരണം. അതിലെ രണ്ടാമത്തെ മാർഗമാണ്
പ്രാർത്ഥന എന്നുള്ളത്. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ തന്നെ ഒരു ഇബാദത്താണെന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ദുആ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന എന്നത്. ആ പ്രാർത്ഥന പോലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ ഫലസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. തൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ് എന്ന് പറയുക. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അവൻ്റെ ദുആക്ക് നാം ഉത്തരം നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളെല്ലാവരും തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, നമ്മളൊക്കെ സത്യത്തിൽ നമ്മളോട് ചോദിക്കുന്ന നിരന്തരമായ ചോദ്യങ്ങൾ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും തീർച്ചയായും അള്ളാഹു അതിന് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ദുആയിലൂടെയാണ് രണ്ടാമത്തെ മാർഗം അള്ളാഹുവിൽ അടുക്കാനുള്ളത്. മറ്റൊന്ന് നിസ്കാരമാണ്. വിശുദ്ധ റമദാനിൽ എല്ലാ സുന്നത്തുകളുമെല്ലാം മനുഷ്യർ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിസ്കാരം ഏറ്റവും വലിയ ഒരു തൂണായിട്ടാണ് ഇസ്ലാം അതിനെ സൂചിപ്പിക്കുന്നത്. സ്വലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ തൂണാണ് എന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ, ആരെങ്കിലും നിസ്കാരത്തെ നിലനിർത്തുന്നുവെങ്കിൽ അവൻ ദീനിനെ തന്നെ നിലനിർത്തിയെന്നും വമൻ ഹദമഹ ഫഖദ് ഹദമദ്ദീൻ, ആരെങ്കിലും നിസ്കാരത്തെ പൊളിച്ചു കളഞ്ഞാൽ അവൻ ദീനിനെ തന്നെ തകർത്തു എന്നും വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മൂന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ നിസ്കാരമാകുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധരായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, ഒരു അടിമ, ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് വഹുവ സാജിദുൻ, അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഫഅക്സിറു ദുആ, നിങ്ങൾ സുജൂദിൽ ദുആഇനെ വർദ്ധിപ്പിക്കണേ, ചോദ്യങ്ങളെ കൂട്ടണേ എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ, നാളെ പാരിത്രിക ലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് അള്ളാഹു ആദ്യമായി ചോദ്യം ചെയ്യുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. നിസ്കാരം പൂർണ്ണമാണെങ്കിൽ ഫഇൻ കാന അതമ്മഹ, നിസ്കാരം യാതൊരു ന്യൂനതകളുമില്ലാതെ ഫർളായ എല്ലാ നിസ്കാരങ്ങളും ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പൂർണ്ണമാണെങ്കിൽ പിന്നീട് അവൻ രക്ഷപ്പെടും. ഇല്ല, അവൻ്റെ ഫർള് നിസ്കാരങ്ങളൊന്നും പൂർണ്ണമല്ലെങ്കിൽ ഖീല, മലക്കുകളോട് അല്ലാഹു നിർദ്ദേശിക്കുമ്പോൾ ഹല്ലഹു മിൻ തതവ്വു, അവൻ സുന്നത്തായ വല്ല നിസ്കാരങ്ങളും അനുഷ്ഠിച്ചിട്ടുണ്ടോ, നിർവഹിച്ചിട്ടുണ്ടോ. ഫഇൻ കാന തതവ്വുൻ ഉക്മിലത്തിൽ ഫരീളത്തു മിന തതവ്വു, അങ്ങനെ അവന് സുന്നത്തായ നിസ്കാരങ്ങളുണ്ടെങ്കിൽ ഫർള് നിസ്കാരങ്ങളിൽ അവന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവനുണ്ടായിത്തീർന്ന വീഴ്ചകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുന്നത്ത് നിസ്കാരങ്ങളിലൂടെയാണ് പരിഹരിക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വിശുദ്ധ റമദാനിൽ സകലമാന സുന്നത്ത് നിസ്കാരങ്ങളും അനുഷ്ഠിക്കാറുണ്ടെങ്കിലും തുടർന്ന് റമദാനിന് ശേഷം അതെല്ലാം പലരും